എന്റെ പേര് നീതു. ഞാനിവിടെ പുതിയതായിട്ട് താമസിക്കാൻ വന്നതാ. ആരാടി ഇത്? നമ്മുടെ പുതിയ റൂംമേറ്റാ നീതു. ലൈറ്റ് ഓഫ് ചെയ്തേ, എനിക്ക് ഉറങ്ങണം. അയ്യോ, ലൈറ്റ് ഓഫ് ചെയ്യല്ലേ, എനിക്ക് പഠിക്കാനുണ്ട്. ചേച്ചി കിടന്നോ, ഞാൻ പിന്നീട് ഓഫ് ചെയ്തോളാം. നിന്റെ സൗകര്യത്തിന് വേണോ ഞാൻ ഉറങ്ങാൻ? ലൈറ്റ് ഓഫ് ചെയ്യടി. അതെ, എനിക്ക് പഠിക്കാനുണ്ട്. ഞാൻ ഹൗസ് ഓണറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെയാണ് ഈ വീട് എടുത്തത്. ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരോട് പോയി കംപ്ലൈന്റ് ചെയ്തോ. കല്യാണി പുറത്താക്കിയോ? നീതുവാള് കൊള്ളാലോ. ഇവിടെ വെച്ചിരുന്ന മീൻകറി എന്തിയേ? അല്ല, ഞാനത് അങ്ങ് എടുത്ത് കളഞ്ഞായിരുന്നു. കളഞ്ഞാ? ഈ വീട്ടിലെ ചെലവ് നമ്മളെല്ലാം കൂടി ഷെയർ ഇട്ടാണ് ചെയ്യുന്നത്. ഈ മാസത്തെ നീതുവിന്റെ ഷെയർ കിട്ടിയിരുന്നെങ്കിൽ സാധനങ്ങൾ വാങ്ങായിരുന്നു. അയ്യോ, ഈ മാസം ഞാൻ ആകെ ടൈറ്റാ. കയ്യിലുണ്ടായിരുന്ന പൈസ റെന്റിന് കൊടുത്തു. അല്ല പിന്നെ മോൾ എന്ത് ഉദ്ദേശത്തില്ല ഇവിടെ വെക്കിലേക്ക് എടുത്ത് കഴിക്കുന്നേ? ആ നീതു ഇല്ലേ, അവള് കാരണം ഇവിടെ ആർക്കും ഒരു സമാധാനം ഇല്ല. അവളെ എങ്ങനെയെങ്കിലും ഇവിടെ ഓടിക്കണം. അതിനുവേണ്ടി ഇവളൊരു വഴി പറഞ്ഞു. അതിന് കുറച്ച് പൈസ വേണമായിരുന്നു. അതിനാണ് ഞങ്ങൾ പൈസ എടുത്തത്. അവളെ ഒഴിവാക്കുന്ന കാര്യമല്ലേ, അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു. ഓഹോ, അപ്പൊ നിനക്ക് അവളെ മതിയായല്ലേ? ആദ്യം നീ പ്ലാൻ പറ. നമ്മളൊരു കേസ് ബിയർ എടുക്കുന്നു, അവളുടെ റൂമിലോട്ട് ചെല്ലുന്നു, അടിക്കുന്നു, അലമ്പുന്നു. ഓ, നിനക്കൊക്കെ ബിയർ എടുത്ത് അടിക്കണം. അതിന് ഓരോ ഐഡിയയും കൊണ്ടൊക്കെ വന്നോളൂ. ഒന്ന് പോയേടി. ഞാൻ ഒരു കാര്യം പറയട്ടാ, ഒന്നാമത് അതൊരു അയ്യോ പാവം കേസാ. പിന്നെ ആവശ്യമില്ലാതെ പ്രാർത്ഥന, വഴിപാട്, അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അതിന്റെ ഇടയിൽ പോയി നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. എങ്കിൽ ഓക്കെ. ഞാൻ പാടണം. നീ അറിഞ്ഞോ, മേമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ, മേമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. അങ്ങ് സ്വർഗത്തിലെ മുത്തച്ഛൻമാർക്ക് ഇഷ്ടം പോലെ കുടിക്കാനുണ്ട്. നീ അറിഞ്ഞോ, മേമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. മോളെ നീത്ത് എന്തെടുക്കുക? പഠിക്കുവാണോ? പഠിച്ചോ. കൊച്ചിനെ ഡിസ്റ്റർബ് ചെയ്യട്ടെ. മക്കളോടെ പറഞ്ഞ് പഠിച്ചോടി. Don't push back. 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 ചേടാ, ഒരു കുപ്പി മുഴുവൻ അകത്ത് കയറ്റിയപ്പോ ഞാൻ വിചാരിച്ചു നമ്മളെക്കാളിലും ഒക്കെ കപ്പാസിറ്റിയുള്ള കൊച്ചാണ് ആൻഡ് അടക്കണ്. ഇടി ഇവള് നമ്മളെക്കാളും തറയാടി. എന്തൊക്കെയായിരുന്നു പാവം കൊച്ച്, അവക്കിതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കെട്ടും കെട്ടിപ്പോയിക്കോളും. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്റെ പൈസ പോയത് മിച്ചം. എടി, ഒരു ഐഡിയ അല്ലേ പാളിപ്പോയല്ലോ. എന്റെ ഇനി ഐഡിയാസ് ഉണ്ട്. ചുമ്മാ ഇരുന്നോണം കേട്ടാ. അതെ, നിന്റെ ഐഡിയ അല്ലേ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് താഴോട്ട് വാട്ടാ.
സൂക്ഷിച്ച്. ഇങ്ങനാണെങ്കിൽ അവളെ ഇവിടുന്ന് ഓടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടി എന്റെ ഒരു ഐഡിയയില് ചുറ്റിപ്പോയുള്ളൂ. നീ ഐഡിയ ഇവിടെ പറയണ്ട, നീ പറഞ്ഞിടത്തോളം ഒക്കെ മതി. അവൾ എങ്ങനെയെങ്കിലും ഇവിടെ ഓടിക്കണം. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. ദേ, ഇനി പൈസ ലാകുന്ന ഒരു ഐഡിയക്കും ഞാനില്ല. അതെ, അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെങ്കിൽ അവളെ മാക്സിമം നമ്മൾ വെറുപ്പിക്കണം. എന്തായാലും കല്യാണിയുടെ ഐഡിയ ചീറ്റിപ്പോയില്ലേ, ഈ ഐഡിയയും കൂടെ നോക്കാം. വെറുപ്പിക്കാന്ന് വെച്ചാ? അതെ, ഈ പെണ്ണുങ്ങളെ വെറുപ്പിക്കുന്ന കാര്യത്തിൽ PhD എടുത്ത 3 പേരെ എനിക്കറിയാം. നീ ഇത് ആരുടെ കാര്യം ഈ പറയുന്നേ? അളിയാ, അവരെ ഇതുവരെ കണ്ടില്ലല്ലോ. നീ എന്തുവാടേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഊരി മാരുടെ ഓവറാക്കി ചെലവാക്കാതെ? കേരളത്തിൽ കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കുന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് ഞാനും പിന്നെ ഒന്ന് മമ്മൂക്കി. ഡേയ്, അഭി ദേഖോ കൈസേ. ഞാനിരിക്കുന്നു. അവർ വരുന്നടാ. അതെ, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. എടാ, അവളിത് നമ്മുടെ അടുത്തോട്ടാ വരുന്നേന്ന് തോന്നുന്നു. തോന്നണടിയാ. ഹലോ, ഞാൻ സജിത്ത്. ഇതൊക്കെ വേണോ? അല്ലെങ്കിൽ ഇവന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുവാ. ഇതിന്റെ ഇടയിൽ ഹെൽപ്പും കൂടെ ചോദിക്കാൻ പോയില്ലേ, പിന്നെ ഇവന്മാർക്ക് ഇത് മതി. അതെ, ഈ കാര്യത്തിന് ഇവന്മാരാണ് കറക്റ്റ്. കാര്യം കഴിയുമ്പോ നൈസായിട്ട് ഒഴിവാക്കാം. ഇതൊക്കെ അവസാനം പണിയാവാണ്ടിരുന്നാ മതി. നീ കേട്ടിട്ടില്ലേ, കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണമെന്ന്? അത്രേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞു, നിങ്ങളാരും വിഷമിക്കണ്ട. എൻ്റെ കയ്യിൽ നല്ലൊരു പ്ലാൻ ഉണ്ട്. എന്താ പ്ലാൻ? പ്ലാനൊക്കെ പറയാം, പക്ഷെ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ കെട്ടിപ്പിടിക്കുന്ന ആഗ്രഹമൊക്കെ വരും. ആഗ്രഹം വന്നാലും കുഴപ്പമില്ല. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവന്മാരെ നമുക്ക് പണിയാവുന്നു. അയ്യോ, കുട്ടി വിഷമിക്കണ്ട. ഇനി മുതൽ നിങ്ങളുടെ ശത്രു നമ്മളുടെ ശത്രുവാണ്. അപ്പൊ ഇനി പ്ലാൻ വർക്കൗട്ട് ആയിട്ട് കാണാം. ഓക്കെ, പോട്ടെ. എന്താവും എന്തോ. പിടികളിയാ, നീയും പിടി. എന്താ നിന്റെ പ്ലാൻ? എന്തിനാ ഈ മമ്മൂടിയൊക്കെ? എടാ, നമ്മൾ ഇന്ന് അവളുടെ ഹൗസ് ഓണറിനെ കിഡ്നാപ്പ് ചെയ്യും. കിഡ്നാപ്പാ? അയാളെ കിഡ്നാപ്പ് ചെയ്തിട്ട് നമുക്ക് എന്താന്ന് കിട്ടാൻ? എടാ മണ്ട, അവളോടൊന്ന് മാറ്റാൻ ഹൗസ് ഓണർ സമ്മതിക്കുന്നില്ല. അവള് വരുന്നില്ല പറഞ്ഞത്. എടാ, നമ്മൾ അയാളെ കിഡ്നാപ്പ് ചെയ്യുന്നു, എന്നിട്ട് അയാളെ ഭീഷണിപ്പെടുത്തി നീതുവിനെ അവിടെ നിന്ന് മാറ്റുന്നു. എങ്ങനെയുണ്ട് ഈ സജിത്തിന്റെ ബുദ്ധി? നൈസ്. നിന്നിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇതിന്റെ ക്രെഡിറ്റ് ഞാൻ ഒരുത്തനും തരത്തില്ല കേട്ടാ. നീ എന്നാ വെച്ചോ. എടാ, അയാൾ വരുന്നുണ്ട്. Don't push back. Oh, don't push back.
വിളിച്ചു പറയണ്ടേ? എസ് ആണെന്ന് ആദ്യം പറഞ്ഞില്ലല്ലോ. ആ ഈ ക്രെഡിറ്റും കൂടെ നീ തന്നെ വെച്ചോ. അല്ലെങ്കിൽ അവൻ മണ്ടത്തിനെ കാണിക്കുള്ളൂ. അതെ എൻ്റെ അല്ലേ വേറൊരു പുതിയ പ്ലാൻ ഉണ്ട്. മണ്ണാങ്കട്ട മര്യാദയ്ക്ക് അയാളെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കാൻ നോക്ക്, അല്ലെങ്കിൽ എല്ലാണോ കുടുങ്ങും. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി പോലീസ് എങ്ങനെ വന്ന് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളെ നിങ്ങൾക്ക് അറിയ പോലുമില്ല, കേട്ടല്ലോ? വാടി. എടി നിക്ക്, ഒരു പ്ലാൻ കൂടെയുണ്ട്. കുട്ടിക്ക് ബുദ്ധിയുണ്ട്. എന്താ കുട്ടിയുടെ പേര്? അതെ, ഇനി നിങ്ങളുടെ പ്ലാൻ ഒന്നും വേണ്ട, ഞങ്ങൾ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നിനക്കൊന്നും മതിയായില്ലേടി? എടി നിക്ക്, ഇച്ചിരി കടന്ന കൈയാണ്, എന്നാലും ഞാൻ പറയുന്ന കേക്ക്. എടി ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഇത്തവണ എന്തായാലും അവള് പെട്ടിയും തൂക്കി ഇവിടുന്ന് ഓടുന്നതേ ഞാൻ കാണിച്ചു തരാം. അത് കുറെ ആയി കേൾക്കുന്നു. അതവിടെ നിൽക്കട്ടെ, എന്താ പ്ലാൻ അത് പറ.